അമ്മയ്ക്കൊരു വെള്ള കിരീടവും ഒരു ടിന്ന് പൗഡറും പിന്നെ തലയ്ക്ക് വെക്കാൻ ഒരു വലിയ മെഴുകുതിരി. മേളിൽ തിരക്ക് നടക്കുക. അടുത്ത കർക്കിടകത്തിലങ്ങ് എടുക്കും. എല്ലാം റെഡിയായോ എന്തോ. ഇങ്ങോട്ട് സ്ഥലം മാറി വന്ന പുതിയ വികാരിച്ചനാണല്ലോ എന്ന് വെഞ്ചരിക്കാൻ വരുന്നത്. അച്ഛനെ ശരിക്കൊന്ന് പരിചയപ്പെടണം. എടി അന്നമ്മേ, അച്ഛൻ നേരത്തെ ഇങ്ങ് എത്തിയെന്ന് തോന്നടി. അച്ഛനോ? ഇതോ താൻ ആരുവാ? അമ്മച്ചേ, ഞാന് ധൻപാൽ, അമ്മച്ചിയുടെ മോനിലെ കുട്ടപ്പായുടെ ബ്രണ്ട. അങ്ങ് ദുബായിന്ന് വന്നതാ. എടി ഒരു മര്യാദയൊക്കെ വേണ്ടേടി. ഇതൊക്കെ ആദ്യം കേറിങ്ങ് ചോദിക്കാവോ? എടാ മോനെ, ആ പൊതിയെ എനിക്ക് തന്നാ മതി. അതെ, ഞാൻ പെട്ടെന്ന് പോന്നത് കൊണ്ടേ കുട്ടപ്പായി ഒന്നും തന്നിട്ടില്ല. നശിപ്പിച്ച്. പക്ഷെ കുട്ടപ്പായി കൊടുത്ത വാവയുടെ കാര്യം എപ്പോഴും പറയും. അതുകൊണ്ട് ഞാൻ എല്ലാം കണ്ടറിഞ്ഞ് ഒരു ഉടുപ്പൊക്കെ മേടിച്ചിട്ടാ പോന്നേക്കുന്നത്. ഓ, എന്നെ സമ്മതിക്കണം. എന്നാ ആദ്യം കേട്. ആ വാവ ഇങ്ങ് കൊണ്ടുപോവാ. എന്നാ ഞാൻ അവനെ ഇങ്ങ് കൊണ്ടുവരാവേ. മാമന് ഇടിപ്പിച്ചു തരാടാ. മടിയിലിരുത്തി ഇടിപ്പിച്ചു തരാടാ. അയ്യോ, ഏത് വാവ? ഇതാ ഇവിടുത്തെ വാവ. നീ പൊക്കോണം മോനെ, ഇങ്ങനെ ചുമ്മാ ഉടായിപ്പ. അപ്പോഴേ തരപാല എനിക്കൊന്നുമില്ലടാ. അയ്യോ, അമ്മയ്ക്കുണ്ട്. ഞാൻ ദുബായിൽ വലിയ നിലയിലാ. 90,000 രൂപ ശമ്പളം, 20 നില ഫ്ലാറ്റിൽ താമസം. എന്റെ ദൈവമേ, പിന്നെ 3 കാറുണ്ട് സ്വന്തമായിട്ട്. ആഹാ. അയ്യോ, ഇത് ആരോടേലും ഒന്ന് പറയണം. എടീ കേട്ടോടി, 90. ഓ, നിന്നോട് എന്നാത്തിനാടി പറയുന്നേ? എടി ഷിഞ്ചു, മഞ്ജു, എടി ബിന്ദിയേ, നിമ്മിയേ, കേട്ടോ, ഇതെന്റെ മോന്റെ കൂട്ടുകാരനാ. 90,000 രൂപ ശമ്പളം, 3 കാറുണ്ട്, 20 നിലയെ താമസിക്കുന്നു. എന്റെ പൊന്നുമോനെ, സന്തോഷം കേട്ടോ, സന്തോഷം. പിന്നെ അമ്മേ, സുഖമൊക്കെയാണോ? ഒന്നും പറയണ്ട മോനെ. എന്നാ ഒന്നും പറയണ്ട. അങ്ങനെ പറയരുത്. കള്ളക്കരച്ചില്, കളവിടെ കള്ളക്കരച്ചില് കൂടി. എന്റെ മോനെ, അവൻ അയക്കുന്നതിന്നേ എനിക്ക് ശകലം ബീഡി, അല്ലല്ല കുഴമ്പ് മേടിക്കാൻ പോലും 10 പൈസ തരത്തില്ല ഇവള്. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. അതിനെന്നെ അമ്മേ, ഞാൻ തരത്തില്ല പൈസ. അമ്മ നല്ല എണ്ണയും കുഴമ്പും ഒക്കെ മേടിച്ചു വരട്ടി ഉഷാറായിട്ടിരിക്കണം. ഒരു 2 കൊല്ലത്തേക്ക് മേടിച്ചു വെച്ചോ. എന്നാ ഞാൻ പൊക്കോട്ടെ. പൊക്കോ. പോയിട്ട് ഇച്ചിരി തിരക്കുണ്ടേ. എടീ, നീ ഇത് കാണടി. എനിക്ക് എണ്ണയും കുഴമ്പും മേടിക്കാൻ എന്റെ പൊന്നുമോൻ തന്ന പൈസ. മേടിച്ചു വെച്ചോ, എനിക്കെങ്കിലും വേണ്ട നിങ്ങളുടെ പൈസ. എനിക്ക് 2 വർഷത്തേക്ക് തന്നേക്കുന്നതാ. നീ ഇത് നോക്കടി. ധനപാലോ, എന്തോ ഇങ്ങ് വന്നേ. നിനക്ക് എത്ര രൂപയാ ശമ്പളം? 90,000. 20 നിലയുടെ നേരെ താമസം, അറബിയുടെ കീഴ്. റിസർവ് ബാങ്കിൽ എടുക്കൂടാ ഈ പൈസ. ഓർഡർ ഈ വഴിക്ക് നേരെ കണ്ടുപോയിരുന്നു. ഒട്ടകം കടിക്കൂടാ അതിന്റെയൊക്കെ. ആ കാശിനങ്ങ് ഗൾഫിൽ പോകാറുന്നല്ലോ. ശാപത്തി കുത്താതടി. ഇതല്ലായിരുന്നല്ലോ ധനപാലം വന്നപ്പോഴും. അങ്ങനെ പറയാതടി. അങ്ങനെ മാറിക്ക. എടി, അത്രയ്ക്കങ്ങ് നെgliക്കാതടി. നല്ല പണവും പാരമ്പര്യമുള്ള തറവാടാടി എന്റേത്. കണ്ടാലും പറയും തറയാന്ന്. തോമാശ്ലീഹ നേരിട്ട് മാമോദിസ മുക്കിയ ബ്രാഹ്മണ കുടുംബവാടി ഞങ്ങളുടെ. അയ്യോ, ഞാൻ ആദ്യം കാണുവാണേ ഈ കോലത്തിലൊരു ബ്രാഹ്മണിയെ. അത്രയ്ക്കായോടി.